വെൽക്കം ബാക്ക് ടു KTU Civil Mechora. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ അനാലിസിസ് 1 മൊഡ്യൂൾ 4 ആണ്. സോ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU Civil Mechora. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഓവർ ഹാങ്ങിങ് ബീം ആണ്. സോ നമുക്ക് ടോപ്പിക്ക് നോക്കാം. ഇതാണ് നമ്മളെ ഓവർ ഹാങ്ങിങ് ബീം ABC. എയിൽ ഹിഞ്ചഡ് ഉണ്ട്, ബിയിൽ ഒരു റോളർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു 1 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ടേംസ് എല്ലാം എന്താണെന്ന് നോക്കുക. എ തൊട്ടിട്ട് ബി വരെയുള്ള ലെങ്ത് ആണ് L. ദെൻ എ തൊട്ടിട്ട് ഈ 1 kN ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ് X ആയിട്ട് എടുക്കാം. ദെൻ നമ്മൾ ഓരോ സെക്ഷൻ വെക്കും, ഓരോ പോർഷനിൽ ഓരോ സെക്ഷൻ വെക്കും. ഫസ്റ്റത്തെ പോർഷനിൽ സെക്ഷൻ വെക്കുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് Z എന്നും, രണ്ടാമത്തെ പോർഷനിൽ സെക്ഷൻ വെക്കുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് Z1 എന്നാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ദെൻ എല്ലാ ക്വസ്റ്റനും കാണുന്ന പോലെ തന്നെ നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നു. RA + RB = 1 kN. ഓക്കെ, ദെൻ മൊമെന്റ് അറ്റ് എ എടുക്കുന്നു. മൊമെന്റ് അറ്റ് എ എടുക്കുമ്പോൾ RB × L - 1 × X എടുക്കുന്നത്. ദെൻ RA = X/L എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് RB = X/L എന്ന് കിട്ടും. ദെൻ ഈ കിട്ടിയ ഇക്വേഷൻ ഇതിലേക്ക് കൊടുക്കുന്നത്. ദെൻ നമുക്ക് കിട്ടും RA = 1 - X/L. ദെൻ അത് L - X/L എന്ന് എഴുതുന്നു. ഓക്കെ, ഇത്ര വരെ കണ്ടുപിടിക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ILD for RAയും ILD for RBയും കണ്ടെടുക്കുക. ILD for RA ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലോഡ് AB-ലാണ് കൊടുക്കുന്നത്. സെയിം ഫിഗർ ആണ്, മാറ്റമില്ല. ദെൻ RAൻ്റെ ഇക്വേഷൻ ഇത് RA = 1 - X/L. ഇതിൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് X = 0 കൊടുക്കുക, ദെൻ X = L കൊടുക്കാം. AB-ലാണോ കൊടുക്കുന്നത്, അപ്പോൾ X = 0 ഫസ്റ്റ് കൊടുക്കുക, ദെൻ X = L കൊടുക്കാം. X = 0 കൊടുക്കുമ്പോൾ നമുക്ക് RA = 1 എന്ന് കിട്ടും. ദെൻ X = L കൊടുക്കുമ്പോൾ RA = 1 - 1 0 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ലോഡ് ഈസ് ഇൻ BC. ലോഡ് BC കൊടുക്കുന്നു. BC കൊടുക്കുമ്പോൾ സെയിം RAൻ്റെ എന്ത് മാറും, RAൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ദെൻ നമുക്ക് കൊടുക്കുന്ന ലിമിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോഡ് BC-ലാണല്ലോ ഉള്ളത്. ദെൻ ഇവിടെ നോട്ടിട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ്, ഇത് മൊത്തം ഡിസ്റ്റൻസ് A ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, മൊത്തം ഡിസ്റ്റൻസ് A. ദെൻ ഫസ്റ്റ് ബിയിൽ വെക്കുമ്പോൾ X = L-ഉം, സിയിൽ കൊടുക്കുമ്പോൾ X = L+A കൊടുക്കാം. ദെൻ X = L കൊടുക്കുന്നത്. RA = 1 - L/L 1 - 1 = 0 കിട്ടി. ദെൻ X = L - A കൊടുക്കുന്നത്. X = L+A ആണ്. X = L+A കൊടുക്കുന്നത്. ദെൻ RA = 1 - L+A/L. ദെൻ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. RAക്ക് വാല്യൂ കിട്ടും -A/L. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ILD for RB. അതിൻ്റെ ഫിഗർ വരക്കണം ഫസ്റ്റ്. ഓക്കെ, ഫിഗർ വരക്കാം നമുക്ക്. ഇതാണ് ഫിഗർ വരിക. ഫസ്റ്റ് തന്നെ നമുക്ക് X = 0 കൊടുക്കുമ്പോൾ RAക്ക് വാല്യൂ കിട്ടിയ 1 എന്നാണ്. ദെൻ ഒരു 1 ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ദെൻ X = L കൊടുക്കുമ്പോൾ RAക്ക് കിട്ടിയ വാല്യൂ 0 ആണ്. ഓക്കെ, ദെൻ X = L+A കൊടുത്തരും RAക്ക് കിട്ടിയ വാല്യൂ -A/L. ഈ വാല്യൂ ഇവിടെ അടയാളപ്പെടുത്തുക. ദെൻ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ ILD for RAൻ്റെ ഫിഗർ ഇതായിരിക്കും കിട്ടുക. ഓക്കെ ആണല്ലോ. ദെൻ ILD for RB കാണുന്നത്. ഫസ്റ്റ് തന്നെ വെൻ ലോഡ് ഈസ് അറ്റ് AB, നേരത്തെ പോലെ തന്നെ RBൻ്റെ വാല്യൂ X/L എന്ന് എഴുതുക. ദെൻ X = 0 കൊടുക്കുക. AB-യിൽ ഉണ്ടാകുമ്പോൾ X = 0 X = L ലിമിറ്റ് കൊടുക്കുക. X = 0 കൊടുക്കുമ്പോൾ RBൻ്റെ വാല്യൂ 0 ആയിരിക്കും വരിക. ദെൻ X = L കൊടുക്കുമ്പോൾ RBൻ്റെ വാല്യൂ L/L 1 കിട്ടും. ഓക്കെ, ദെൻ ലോഡ് ഈസ് അറ്റ് BC കൊടുക്കുമ്പോൾ ലിമിറ്റ് L-ഉം L+A-യും. ദെൻ നേരത്തെ പോലെ തന്നെ L കൊടുക്കുന്നത്. ദെൻ RBൻ്റെ വാല്യൂ ഫസ്റ്റ് 1 കിട്ടും. ദെൻ L+A കൊടുക്കുമ്പോൾ RBൻ്റെ വാല്യൂ L+A/L = 1 + A/L. ദെൻ ഇതായിരിക്കും ഫിഗർ. X = 0 കൊടുക്കുമ്പോൾ RBൻ്റെ വാല്യൂ 0. X = L കൊടുക്കുമ്പോൾ RBൻ്റെ വാല്യൂ 1. X = L+A കൊടുക്കുമ്പോൾ RBൻ്റെ വാല്യൂ 1 + A/L. ദെൻ ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കുക. ദെൻ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഫിഗറാണ് ILD for RB. ഓക്കെ ആണല്ലോ. നമ്മൾ ILD for RAയും നോക്കി, ILD for RB നോക്കി. ദെൻ അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത് ILD for ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, ILD for ഷിയർ ഫോഴ്സ് എടുക്കുന്നത്. ദെൻ ഫസ്റ്റ് തന്നെ നമ്മൾ ഓരോ സെക്ഷൻ ആക്കാം. ലോഡ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ലോഡ് കൊടുക്കണം, AD-യിൽ ലോഡ് കൊടുക്കണം, DB-യിൽ ലോഡ് കൊടുക്കണം, ദെൻ BC-യിലും ലോഡ് കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ലോഡ് AD-യിലാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്ഷന് മാറ്റം ഉണ്ടാവില്ല, ലോഡാണ് മാറ്റി കൊടുക്കുക കേട്ടോ. ദെൻ
സെക്ഷൻ ഇവിടെ കൊടുക്കുന്നത്. ഫസ്റ്റത്തിൽ സെക്ഷൻ മാറുണ്ടാവില്ല, സെക്ഷൻ എ ബിൻ്റെ ഇടയിൽ കൊടുക്കുന്നത്. ദെൻ എ ഡിയിൽ ലോഡ് കൊടുക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ലോഡ് നമ്മൾ ഷിയർ ഫോഴ്സ് എടുക്കുന്നതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇവിടുന്ന് എടുക്കുന്നേക്കാൾ നല്ലത് നമുക്ക് ഈ സൈഡിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് മുകളിലോട്ടേക്കാണല്ലോ. റൈറ്റ് സൈഡ് ഷിയർ ഫോഴ്സ് എടുക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കുമല്ലോ. മുകളിലോട്ടേക്കാണെങ്കിൽ റൈറ്റ് അപ്പ് നെഗറ്റീവ് ആണല്ലോ. ദെൻ ആർ ബിൻ്റെ വാല്യൂ നെഗറ്റീവിലായിരിക്കും വരിക. ഇവിടെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഷിയർ ഫോഴ്സിൻ്റെ ഇത് ബെൻഡിങ് മൊമെൻറ്റത്തിൻ്റെ ആയിരുന്നു. ദെൻ ഇത് സെക്ഷൻ ആണെങ്കിൽ ഇത് താഴോട്ടേക്കുള്ളത് പോസിറ്റീവും, ഈ സെക്ഷനിൽ വരുമ്പോൾ താഴോട്ടേക്കുള്ള പോസിറ്റീവും, ഈ സെക്ഷനിൽ വരുമ്പോൾ മുകളിലോട്ടേക്ക് പോസിറ്റീവ് വരിക. ദെൻ നമ്മൾ ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇത് മുകളിലോട്ടേക്കല്ല ആക്ട് ചെയ്യുന്നത്. ദെൻ ആർ ബി നെഗറ്റീവ് ആയിരിക്കുമല്ലോ. ദെൻ മൈനസ് ആർ ബി കിട്ടും. ആർ ബിൻ്റെ വാല്യൂ x/L കൊടുക്കുന്നത്. ഈ ആർ ബി എന്തുകൊണ്ട് എടുത്തതെന്ന് മനസ്സിലായാലും ഈ സെക്ഷൻ നമുക്ക് ഇവിടുന്ന് ഷിയർ ഫോഴ്സ് എടുക്കുക, ഈ സൈഡിൽ നിന്ന് ഷിയർ ഫോഴ്സ് എടുക്കുക. ഇവിടുന്ന് ഷിയർ ഫോഴ്സ് എടുക്കുമ്പോൾ ആർ എയും വരും 1 kN വരും. അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ആർ ബി ഈ സൈഡിൽ നിന്നായിരിക്കും ഷിയർ ഫോഴ്സ് എടുക്കുന്നത് നല്ലത്. സോ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഷിയർ ഫോഴ്സ് എടുത്ത് -RB = -x/L എന്ന് എഴുതി. നേരത്തെ ചെയ്ത പോലെ തന്നെ എ ഡി ആണല്ലോ ആക്ട് ചെയ്യുന്നത്. ദെൻ x = 0 കൊടുക്കുക. ഇവിടെ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് x = Z കൊടുക്കാം. x = 0 കൊടുക്കുമ്പോൾ ആർ ബിൻ്റെ വാല്യൂ 0 വന്ന്. ദെൻ x = Z കൊടുക്കുമ്പോൾ -Z/L വന്നു. ഓക്കെ. ദെൻ അടുത്ത ലോഡ് ഡി ബി കൊടുക്കുന്നത്. ഡി ബി സെക്ഷൻ ഇപ്പുറം DB. ഓക്കെ. ദെൻ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ സെക്ഷൻ ഇപ്പുറത്തുനിന്നും ഷിയർ ഫോഴ്സ് എടുക്കുക, ഇപ്പുറത്തുനിന്നും ഷിയർ ഫോഴ്സ് എടുക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ടുള്ളത് ഈ സൈഡിൽ നിന്ന് ഷിയർ ഫോഴ്സ് എടുക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഷെയർ ഫോഴ്സ് എന്ന് വെച്ചാൽ RA ആയിരിക്കും. ഇത് മുകളിലോട്ടേക്കാണല്ലോ, അതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഇവിടുത്തെ ഷെയർ ഫോഴ്സ് എടുക്കുമ്പോൾ RAൻ്റെ വാല്യൂ ആയിരിക്കും. ദെൻ L-X/L അതാണ് ഷെയർ ഫോഴ്സിൻ്റെ വാല്യൂ വരിക, RAൻ്റെ ഇക്വേഷൻ. ദെൻ നമ്മൾ കൊടുക്കുന്നത് ഇവിടുന്ന് ഇവിടം വരെയാണല്ലോ. x = ഫസ്റ്റ് തന്നെ x = Z ഇവിടം വരെ ഡിസ്റ്റൻസും. ദെൻ ഇത് മൊത്തം ഡിസ്റ്റൻസ് L ആണല്ലോ, ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് L ആണല്ലോ. ദെൻ x = Z x = L കൊടുക്കണം. x = Z കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ L-Z/L കിട്ടും. ദെൻ x = L കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 കിട്ടും. ഓക്കെ. ദെൻ നമ്മൾ ലോഡ് BC കൊടുക്കുന്നത്, ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്. ദെൻ നമ്മൾ ഇവിടുന്ന് ഷിയർ ഫോഴ്സ് എടുക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് എടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് തന്നെ ഷിയർ ഫോഴ്സ് എടുക്കുന്നത്. ഓക്കെ. ദെൻ ആ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ RAൻ്റെ വാല്യൂ തന്നെ വരും. RA = L-X/L, ഷിയർ ഫോഴ്സ് = L-X/L. ദെൻ ഫസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ലിമിറ്റ് കൊടുക്കുന്നു. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് L-ഉം ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് L+A-യും. ദെൻ ആദ്യം തന്നെ x = L കൊടുക്കുന്നത്. x = L കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 വരും. ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0. ദെൻ x = L+A കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -A/L എന്ന് കിട്ടും. ഓക്കെ. ദെൻ നമുക്കിപ്പം കിട്ടിയ വാല്യൂസ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു ILD ഫോർ ഷിയർ ഫോഴ്സ് സെക്ഷൻ അറ്റ് AB-യിലുള്ള ഫിഗർ വരയ്ക്കാം. ദെൻ ഫസ്റ്റ് തന്നെ A കൊടുക്കുമ്പം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0. ദെൻ x = Z കൊടുത്തേരം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ x = 0 കൊടുത്തരം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0. ദെൻ x = Z കൊടുത്തരം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ Z/L ഉണ്ട്, L-Z/L ഉണ്ട്, രണ്ടും അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് x = L കൊടുത്തരം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ പിന്നെയും 0. ദെൻ x = L+A കൊടുത്തരം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ -A/L. ദെൻ ആ വാല്യൂസ് എല്ലാം അടയാളപ്പെടുത്തി വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മൾ ILD ഫോർ ഷിയർ ഫോഴ്സ് സെക്ഷൻ 8 AB-യിലുള്ളത്. ഓക്കെ. ദെൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ILD ഫോർ ഷിയർ ഫോഴ്സ് വെൻ സെക്ഷൻ ഇൻ ബിറ്റ്വീൻ B and C. അതേ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോഡ് ഓരോരോ സെക്ഷനിലും കൊടുക്കുന്നത്, EC-യിലും BE-യിലും AB-യിലും കൊടുക്കുന്നത്. അതുകൊണ്ടുള്ള ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കാം. ഓക്കെ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ സെക്ഷൻ BC-യിൽ സെക്ഷൻ കൊടുത്ത് ലോഡ് ആദ്യം AB-യിൽ ആക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഷിയർ ഫോഴ്സ് എടുക്കുക, ഇവിടുന്ന് ഷിയർ ഫോഴ്സ് എടുക്കുക. ഇവിടുന്ന് ഷിയർ ഫോഴ്സ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇവിടെ, കാരണം ഇവിടെ ഒരു ലോഡും ഇല്ല, അതുകൊണ്ട് തന്നെ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുന്നത്, ഇവിടെയും ഷിയർ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഒരു ലോഡും ഇല്ല, അതുകൊണ്ട് ഷിയർ ഫോഴ്സ് = 0 ആണ്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് ലോഡ് കൊടുക്കുന്ന EC-യിൽ ലോഡ് ആക്ട് ചെയ്യുന്നു. EC-യിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഷിയർ ഫോഴ്സ് എടുക്കുക, ഇവിടുന്ന് ഷിയർ ഫോഴ്സ് എടുക്കുക. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഷിയർ ഫോഴ്സ് ഈ സൈഡിൽ നിന്ന് എടുക്കുന്നതായിരിക്കും, കാരണം ഇവിടെ 1 kN മാത്രമേ ഉള്ളൂ. ഇത് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആയിരിക്കും. ദെൻ EC-യിലെ ED, ഓക്കെ, EC
അവിടെയുള്ള വാല്യൂ നമുക്ക് കിട്ടും 1 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ. ദെൻ അത് വെച്ചിട്ട് ഫിഗർ വരയ്ക്കുന്നത്. ഈ ഡിയിലില്ല ഈ സിയിലുള്ള ഫിഗർ ഇങ്ങനെ ആയിരിക്കും വരിക. എയിലായിരിക്കുമ്പോൾ 0, ബി വരച്ചാലും 0, ഇയിലും സിയിലും വരുമ്പോൾ 1 കിലോ ന്യൂട്ടൺ കിട്ടുക. സോ 1 കിലോ ന്യൂട്ടൺ വരയ്ക്കുക, അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ILD ഫോർ ഷിയർ ഫോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഓരോ സെക്ഷൻ മാറി എ ബിയിൽ സെക്ഷൻ കൊടുക്കുന്നതും ബി സിയിൽ സെക്ഷൻ കൊടുക്കുന്നതും ഷിയർ ഫോഴ്സ് വെച്ചിട്ടുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സിമ്പിളാണ്. സെക്ഷൻ മാറ്റി കൊടുക്കുക, ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ദെൻ അടുത്തുള്ളതാണ് ILD ഫോർ MD, മൊമെന്റ് കണ്ടുപിടിക്കുക. മൊമെന്റിന്റെ ILD ആണ് അടുത്ത വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പോലെ തന്നെ യൂണിറ്റ് ലോഡ് ഇൻ പോർഷൻ AD യിൽ യൂണിറ്റ് ലോഡ് കൊടുക്കുന്നു. ഫിഗർ എല്ലാം സെയിം തന്നെ, ഇത് തന്നെയാണ് ഫിഗർ. ഫസ്റ്റ് തന്നെ AD യിൽ യൂണിറ്റ് ലോഡ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടുന്ന് ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് മൊമെന്റ് എടുക്കുക, ഈ സൈഡിൽ നിന്ന് മൊമെന്റ് എടുക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് ഈ സൈഡിൽ തന്നെയാണല്ലോ, നേരത്തെ പോലെ തന്നെ ഈ സൈഡിൽ നിന്നാണ് മൊമെന്റ് എടുക്കുന്നത് നല്ലത്. സോ ഇവിടുന്ന് മൊമെന്റ് എടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ഇത് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുക. ദെൻ RB പോസിറ്റീവ് ആയിരിക്കും. ദെൻ നമുക്ക് കിട്ടും ഷിയർ ഫോഴ്സിന്റെ യൂണിറ്റ് ലോഡ് എത്തി AD യിൽ ഉണ്ടാകുമ്പോൾ ഷിയർ ഫോഴ്സിന്റെ മൊമെന്റിന്റെ വാല്യൂ കിട്ടുക MD = RB into L-6. RB into L-Z വരും. ഇത് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് Z ആണല്ലോ. ഈ RA തൊട്ടിട്ട് RB വരെയുള്ള ഡിസ്റ്റൻസ് L. ദെൻ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് മാത്രമാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ L-Z ആയിരിക്കുമല്ലോ. L-Z ആണ് ഇവിടുന്ന് ഈ സെക്ഷൻ തൊട്ടിട്ട് RB വരെയുള്ള ഡിസ്റ്റൻസ്. ദെൻ നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റ് ലോഡ് AD യിൽ ഉണ്ടാകുന്ന മൊമെന്റിന്റെ ഇക്വേഷൻ കിട്ടും RB into L-Z. RBന്റെ വാല്യൂ x/L into L-Z കിട്ടും. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ x = 0 കൊടുക്കുന്നത്, x = Z കൊടുക്കുന്നത്. ദെൻ ഫസ്റ്റ് തന്നെ x = 0 കൊടുക്കുമ്പോൾ MDന്റെ വാല്യൂ കിട്ടും 0 എന്നും, x = Z എന്ന് കൊടുക്കുമ്പോൾ MDന്റെ വാല്യൂ കിട്ടും Z/L into L-Z എന്ന് കിട്ടും. അടുത്ത അതേപോലെ തന്നെ യൂണിറ്റ് ലോഡ് മാറ്റുന്നത്, യൂണിറ്റ് ലോഡ് എത്തി DB കൊടുക്കുന്നു. DB കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പുറത്ത് നോക്കാം. നമുക്ക് ഇപ്പുറത്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. RA into Z ആയിരിക്കും മൊമെന്റ് വരിക, പോസിറ്റീവ് ആയിരിക്കും വരിക. RA into ഈ ഡിസ്റ്റൻസ് Z ആണല്ലോ, RA into Z ആയിരിക്കും ഈ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ മൊമെന്റ് വരിക. ദെൻ RA into Z, RAന്റെ വാല്യൂ L-X/L into Z. ദെൻ x = Z കൊടുക്കുന്നത്, x = L കൊടുക്കുന്നത്. x = Z കൊടുക്കുമ്പോൾ L-Z/L. ഈ ലിമിറ്റ് കൊടുക്കുന്ന മനസ്സിലായില്ലല്ലോ. നമ്മൾ ആദ്യം ഈ ലോഡ് AD കൊടുക്കുമ്പോൾ ലിമിറ്റ് വരിക 0ഉം Z ആയിരിക്കും. അത് ഈ ഡിസ്റ്റൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. ദെൻ നമ്മൾ ലോഡ് DB കൊടുക്കുമ്പോൾ ലിമിറ്റ് വരിക Z-ഉം L-ഉം ആയിരിക്കും. ഈ മൊത്തം ഡിസ്റ്റൻസ് L ആണല്ലോ, Z-ഉം L-ഉം. ദെൻ നമ്മൾ ലോഡ് BC കൊടുക്കുമ്പോൾ ഡിസ്റ്റൻസ് വരിക L-ഉം L+A ആയിരിക്കും. മൊത്തം ഡിസ്റ്റൻസ് A ആണല്ലോ, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് A ആണല്ലോ. ദെൻ അത് വരിക L-ഉം L+A ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ എല്ലാം കൊടുക്കുക വേണ്ടത്. ദെൻ S = Z കൊടുക്കുമ്പോൾ MDന്റെ വാല്യൂ L-Z/L into Z-ഉം. ദെൻ x = L കൊടുക്കുമ്പോൾ L-L/L into Z കൊടുക്കുമ്പോൾ 0 കിട്ടും. ദെൻ നമ്മൾ അടുത്ത കൊടുക്കാൻ പോകുന്ന യൂണിറ്റ് ലോഡ് എറ്റ് BC കൊടുക്കുന്നത്. യൂണിറ്റ് ലോഡ് എറ്റ് BC വരുമ്പോൾ BC ഇതാണ് നമ്മുടെ ഫിഗർ വരിക. BC വെക്കുമ്പോൾ ഇപ്പുറം നേരത്തെ പോലെ തന്നെ ചെയ്യുന്നത്. ഇവിടെ നിന്നായിരിക്കും പിന്നെയും സിമ്പിള്. ദെൻ നമുക്ക് കിട്ടും യൂണിറ്റ് ലോഡ് എറ്റ് BC കൊടുക്കുമ്പോൾ മൊമെന്റിന്റെ ഇക്വേഷൻ RA into Z തന്നെ ആയിരിക്കും, RA into Z. ദെൻ യൂണിറ്റ് ലോഡ് നമ്മൾ മൊമെന്റ് എടുക്കുന്ന ഈ സൈഡിൽ നിന്നാണല്ലോ മൊമെന്റ് എടുത്തത്. ദെൻ നമുക്ക് കൊടുക്കേണ്ട ലിമിറ്റ് എന്ന് വെച്ചാൽ 0 to A ആയിരിക്കും മൊമെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ 0 to A എല്ലാണ്ട് നമുക്ക് കൊടുക്കാം. L-ഉം L+Aയും കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. നേരത്തെ കൊടുത്തോണ്ട് നമുക്ക് വേണമെങ്കിൽ L-ഉം L+Aയും കൊടുക്കാം, അല്ലെങ്കിൽ 0 to Aയും കൊടുക്കാം. x = L കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും L-X/L into Z ആണല്ലോ. ദെൻ നമുക്ക് ഇതിൻ്റെ വാല്യൂ MD = ഇതിൽ 0 ആയിരിക്കും വരിക. x = L+A കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ MD = L-L+A /L into Z വരും. ദെൻ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും A/L into Z ആയിരിക്കും. x =
L+A വരുമ്പോൾ. ഓക്കെ, ഒന്നുകിൽ 0 to A കൊടുക്കുക, അല്ലെങ്കിൽ L to L+A കൊടുക്കുക. ദെൻ നമുക്ക് ഫിഗർ വരക്കാം. x = 0 കൊടുത്തരോ എം ഡിൻ്റെ വാല്യൂ 0. x = z കൊടുത്തരോ എം ഡിൻ്റെ വാല്യൂ z × L - z/L. ദെൻ x = L കൊടുത്തരോ എം ഡിൻ്റെ വാല്യൂ 0. അതേപോലെ തന്നെ x = L+A കൊടുത്തരോ എം ഡിൻ്റെ വാല്യൂ A/L × A. രണ്ടും സെയിം തന്നെയാണ്. A/L × Z രണ്ടും സെയിം തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ILD ഫോർ മൊമെൻറ്റ് ILD ഫോർ മൊമെൻറ്റ് കണ്ടുപിടിച്ച് സെക്ഷൻ എൻ്റെയും ബിയിലും ഇടയിലുണ്ടാകുമ്പം അടുത്ത് ചെയ്യാൻ പോകുന്ന ഈ സെക്ഷൻ BC കൊടുക്കുമ്പോഴുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. സെക്ഷൻ കൊടുക്കുന്നത് BCയിലല്ല കൊടുക്കുന്നത്. ഇത് തന്നെ സെയിം ഫിഗർ വരുന്ന സെയിം തന്നെ. ദെൻ നേരത്തെ പോലെ തന്നെ ഷിയർ ഫോഴ്സ് ഇവിടെ 0 ആണല്ലോ, അതേപോലെ തന്നെ മൊമെൻറ്റും 0 ആയിരിക്കും, ഇങ്ങോട്ട് ഒരു ഇതുമില്ല അതുകൊണ്ട്. അതേപോലെ തന്നെ ഈ പോർഷൻ ലോഡ് BE കൊടുക്കുമ്പോൾ മൊമെൻറ്റ് എടുക്കുന്നത് ദെൻ ഇവിടുത്തെ പോർഷനും 0 ആയിരിക്കുമല്ലോ. ഇവിടുന്ന് എടുക്കുമ്പോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ വെൻ ലോഡ് ഈസ് ഇൻ പോർഷൻ AB ആൻഡ് BE മൊമെൻറ്റ് അറ്റ് E = 0. ദെൻ ലോഡ് ഈസ് അറ്റ് പോർഷൻ BEC ECയിൽ ലോഡ് കൊടുക്കുമ്പോൾ മൊമെൻറ്റ് കണ്ടെടുക്കുക. 1 kN ആക്ട് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡ് ആണ്, സോ നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് Z1 ആണ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ആ പോർഷൻ മാത്രമാണല്ലോ. ഇതെന്ന് വെച്ചാൽ ഈ സെക്ഷൻ തൊട്ടിട്ട് പോർഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. ഈ Z1 എന്ന് വെച്ചാൽ ഈ സെക്ഷൻ തൊട്ടിട്ട് C വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Z1. ഓക്കെ, ദെൻ ഈ A തൊട്ടിട്ട് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന വരെയുള്ള ഡിസ്റ്റൻസ് ആണ് X. നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ പോർഷൻ തൊട്ടിട്ട് ലോഡ് ആക്ട് ചെയ്യുന്ന വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും X - Z1 എന്നായിരിക്കും ഈ ഡിസ്റ്റൻസ് കിട്ടുക. ദെൻ നമുക്ക് ഇതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ -1 താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ മൊമെൻറ്റ് കിട്ടും ME = -1 × X - Z1 എന്നായിരിക്കും ഇവിടുത്തെ മൊമെൻറ്റ് കിട്ടുക. ഓക്കെ, അത് സോൾവ് ആയല്ലോ. ദെൻ നമുക്ക് കിട്ടി ME = -1 × Z1 - X. ഇവിടെ കൊടുത്തിരിക്കുന്നത് 0 to Z1 ആണ്. അത് ഇതൊക്കെ കിട്ടും. ME = 0 കൊടുക്കുമ്പോൾ X = 0 കൊടുക്കുമ്പോൾ ME = -Z1 എന്ന് കിട്ടുന്നത്. X = Z1 എന്ന് കൊടുക്കുമ്പോൾ ME = 0 എന്നും കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഇതെല്ലാം ഫിഗറിൽ വരക്കുന്നത് എല്ലാം 0 ആയിരിക്കും. ME = 0 കൊടുക്കുമ്പോൾ Z1ൻ്റെ X = 0 കൊടുക്കുന്നത് എമ്മിൻ്റെ വാല്യൂ -Z1 ആണ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുക. ദെൻ ME = Z1 കൊടുക്കുമ്പോൾ X = Z1 കൊടുക്കുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 0. ദെൻ ഇതായിരിക്കും നമ്മളെ മൊമെൻറ്റിൻ്റെ ILD ഫോർ ME സെക്ഷൻ ഇവിടെ കൊടുക്കുമ്പോൾ BC കൊടുക്കുമ്പോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ILD ഫോർ ME. ഓക്കെ, ഇത്ര വരെ മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ ഓവർ ഹാങ്ങിങ് ബീമിൻ്റെ ILD ഫോർ RA കണ്ടുപിടിച്ച്, RB കണ്ടുപിടിച്ച്, ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് രണ്ട് സെക്ഷൻ കൊണ്ടുള്ളതും, ദെൻ മൊമെൻറ്റ് കണ്ടുപിടിച്ച് 2 സെക്ഷനിലും കൊടുക്കുന്നുള്ളൂ. അടുത്ത നമുക്ക് പ്രോബ്ലം നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്, നമ്മൾ അന്ന് പഠിച്ച പോലെ തന്നെ. വലിയ പണിയൊന്നുമില്ല, വേഗം മനസ്സിലാക്കാൻ പറ്റും. സോ ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കാം. എ ട്രെയിൻ ഓഫ് 5 wheel loads as shown in figure crosses a simply supported beam of span 24 meter from left to right. Calculate the maximum positive and negative shear force values at the center of the span and absolute maximum bending moment at anywhere in the span. എന്ന് പറഞ്ഞാൽ 5 ലോഡിലൊരു വീല് സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സ്പാൻ എന്ന് വെച്ചാൽ 24 ആണ് തന്നിട്ടുണ്ട്. ഫിഗർ ഇതാണ്. അത് പാസ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് എന്നാണ്. ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ മാക്സിമം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വാല്യൂ അറ്റ് സെൻറ്റർ ഓഫ് ദി സ്പാൻ. സെൻറ്ററിലെ പോസിറ്റീവും നെഗറ്റീവും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ആബ്സൊല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ് അറ്റ് എനിവെയർ ഇൻ ദി ബീം. ഓക്കെ, ഇതാണ് നമ്മൾ ഫിഗർ വരിക. ലോഡ് 120, 180, 218, 18 kN ആക്ട് ചെയ്യുന്നുണ്ട്. 3, 2 ഡിസ്റ്റൻസിലാണ് അത് ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ മാക്സിമം ഷിയർ ഫോഴ്സ്, നെഗറ്റീവ് ഷിയർ ഫോഴ്സ്.
നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ഫിഗർ. മുമ്പിലത്തെ വീഡിയോ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫിഗർ. ദെൻ ഇവിടുത്തെ വാല്യൂ ഇതിൻ്റെ വാല്യൂ Z/L എന്നറിയാം. ദെൻ സെഡ് സെക്ഷൻ സെൻറ്ററിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവിൻ്റെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാണല്ലോ പറഞ്ഞത്. സോ സെക്ഷൻ്റെ വാല്യൂ പകുതിയായിരിക്കും. മൊത്തം ഡിസ്റ്റൻസ് 12 ആണല്ലോ, അപ്പം പകുതി മൊത്തം ഡിസ്റ്റൻസ് 24 ആണല്ലോ, സോ പകുതി 12 ആയിരിക്കും. അപ്പം സെക്ഷൻ്റെ വാല്യൂ 12. അപ്പം Z/L 12/24 കൊടുക്കുന്നു. ദെൻ നമുക്ക് ഈ ലെങ്ത്തിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടും. ഈ ഡിസ്റ്റൻസ് 12 ആണ്. ദെൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടുപിടിച്ച പോലെ y1, y2, y3, y4 കാണണം. ഈ ലോഡിൻ്റെ നേരെയുള്ള ഓരോ പോയിന്റ്സ് ആണ് y1, y2, y3, y4. ഓക്കെ. ദെൻ നമ്മൾ ഈ ഓരോ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ഈ ട്രയാങ്കിളാണ്. അപ്പം ഈ y1 കാണണമെങ്കിൽ 12 ഡിവൈഡ് ബൈ 0.5 ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 3. അപ്പം 12 3 പോയാൽ 9. 9 ഡിവൈഡ് ബൈ y1 ആയിരിക്കും. 9 ഡിവൈഡ് ബൈ y1. ദെൻ ഇത് സോൾവ് ചെയ്താൽ y1ൻ്റെ വാല്യൂ 3/8 എന്ന് കിട്ടും. ദെൻ അതേപോലെ തന്നെ നമ്മൾ അടുത്ത കൺസിഡർ ചെയ്യാൻ പോകുന്ന ഈ ട്രയാങ്കിളും എടുക്കുന്നു. ദെൻ നമുക്ക് കിട്ടും y2 ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് 2 ആണ്. ദെൻ 12 5 പോയാൽ 7. 12 5 പോയാൽ 7. ദെൻ ഓക്കെ, ഈ മൊത്തം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 7 ഡിവൈഡ് ബൈ y2 ഡിവൈഡ് ബൈ 7 ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡ് ബൈ 12. ദെൻ y2 ഈസ് ഈക്വൽ ടു 7/24 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഓരോ ട്രയാങ്കിളും കൺസിഡർ ചെയ്തിട്ട് y3യും y4ഉം കണ്ടുപിടിച്ചു. y3 ഈസ് ഈക്വൽ ടു 1/6 എന്ന് കിട്ടി. y4 ഈസ് ഈക്വൽ ടു 1/12 എന്ന് കിട്ടി. ദെൻ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓരോന്നിൻ്റെ നേരെയുള്ള വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്യാം. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് അറ്റ് മിഡ് സ്പാൻ ഈസ് ഈക്വൽ ടു 120 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 0.5 ആണല്ലോ. 120 ഇൻറ്റു 0.5 പ്ലസ് 180 ഇൻറ്റു y1ൻ്റെ വാല്യൂ എത്രയാണ്? 3/8. 180 ഇൻറ്റു 3/8 പ്ലസ് 200 ഇൻറ്റു y2ൻ്റെ വാല്യൂ എത്രയാണ്? 1/6 പ്ലസ് 80 ഇൻറ്റു y3. y3ൻ്റെ വാല്യൂ എത്രയാണ്? 1/6. ഇത് പറഞ്ഞല്ലേ. അതേപോലെ തന്നെ എല്ലാം ഇൻറ്റു ചെയ്യുക. 80 ഇൻറ്റു y4 ഇൻറ്റു ചെയ്യുമ്പോൾ 1/12. അതിൽ ഇൻറ്റു 8 നമുക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടും 205.833 kN എന്ന് കിട്ടും. ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ. ഇത് കണ്ടുപിടിച്ച പോലെ തന്നെ y1, y2, y3 എല്ലാം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ഫിഗർ. ദെൻ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് L - Z/L. L എന്ന് വെച്ചാൽ 24, Z എന്ന് വെച്ചാൽ 12. ദെൻ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 0.5 എന്ന് കിട്ടും. 0.5. ഓക്കെ. അത് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഇത് ഓരോ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഓരോ ട്രയാങ്കിളും കൺസിഡർ ചെയ്തിട്ട് y1, y2, y3, y4 എന്ന് കണ്ടുപിടിക്കുക. y1 കിട്ടും 5/12, y2 കിട്ടും 7/24, y3 കിട്ടും 2.5 ഡിവൈഡ് ബൈ 12, y4 ഈസ് ഈക്വൽ ടു 1/12 എന്നും കിട്ടും. ഓക്കെ. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻറ്റു ചെയ്യുക. ഓരോന്നും ഇൻറ്റു ചെയ്യുക. അപ്പോൾ 18 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് വരിക 0.5. 18 ഇൻറ്റു 0.5 പ്ലസ് 18 ഇൻറ്റു y1ൻ്റെ വാല്യൂ. y1ൻ്റെ വാല്യൂ 5/12. ദെൻ 200 ഇൻറ്റു y2ൻ്റെ വാല്യൂ 7/24 പ്ലസ് 180 ഇൻറ്റു y3. 180 ഇൻറ്റു y3 ചെയ്യുമ്പോൾ 180 ഇൻറ്റു 2.5 ഡിവൈഡ് ബൈ 12. ദെൻ 120 ഇൻറ്റു y4. 120 ഇൻറ്റു 1/12 കിട്ടും. ദെൻ നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടും 179.167 kN എന്ന് കിട്ടും. അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നതാണ് മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. പക്ഷെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ബെൻഡിങ് മൂവ്മെൻറ്റ് എവിടുന്നാണ് കണ്ടുപിടിക്കേണ്ടത്? സെക്ഷൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ല. ഏത് ലോഡാണ് മാക്സിമം ആക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കണം. അതിനുള്ളൊരു മെത്തേഡാണ് CG മെത്തേഡ്. ഫസ്റ്റ് തന്നെ CG മെത്തേഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ CG ഈസ് ഈക്വൽ ടു 120 ഇൻറ്റു ഇങ്ങോട്ടേക്ക് ഒരു ഡിസ്റ്റൻസും ഇല്ല. അപ്പം 120 ഇൻറ്റു 0 പ്ലസ് 180 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 2 ആണല്ലോ ഡിസ്റ്റൻസ്. അപ്പം 180 ഇൻറ്റു 3 ചെയ്യുക പ്ലസ് 200 ഇൻറ്റു ഈ മൊത്തം ഡിസ്റ്റൻസ് 5, 200 ഇൻറ്റു 5 പ്ലസ് 80 ഇൻറ്റു മൊത്തം ഡിസ്റ്റൻസ് 80 ഇൻറ്റു 8 പ്ലസ് 80 ഇൻറ്റു മൊത്തം ഡിസ്റ്റൻസ് വരിക 6 4 10, 80 ഇൻറ്റു 10 വരും. ദെൻ ഡിവൈഡ് ബൈ ഈ മൊത്തം ഡിസ്റ്റൻസും സം ചെയ്യുക 120 പ്ലസ് 180 പ്ലസ് 200 പ്ലസ് 18 പ്ലസ് 80. ദെൻ നമുക്ക് CGൻ്റെ വാല്യൂ കിട്ടും 4.5152 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 4.5152 എവിടെ ആക്ട് ചെയ്ത് നോക്കാം. ഇത് 3 ഇതിൻ്റെ നടുക്കായിട്ടാണ് 4 പോയിൻ്റ് വാല്യൂ ആക്ട് ചെയ്യുക ആണല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ലോഡ് പ്ലേസ് ചെയ്യണം. ഏത് ലോഡാണ് പ്ലേസ് ചെയ്യുക വെച്ചാൽ ഏതാണ് വലിയ വാല്യൂ?
ഇതിപ്പോൾ 200 180 ആണല്ലോ. ഇതിലേതാ വലിയ വാല്യൂ എന്ന് നോക്കിയിട്ട് ആ ലോഡാണ് അവിടെ പ്ലേസ് ചെയ്യേണ്ടത്. 200 പ്ലേസ് ചെയ്ത്. ഓക്കെ, ദെൻ ഈ മൊത്തം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 5 ആണ്. അതാണ് ആ 5ൻ്റെ വാല്യൂന്ന് നമുക്ക് ഇപ്പം കിട്ടിയ സി ജിൻ്റെ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി കിട്ടും. ഓക്കെ, ആ ഡീൻ്റെ വാല്യൂ നമുക്ക് സെക്ഷൻ കണ്ടുപിടിക്കാൻ ആവശ്യമുണ്ട്. എല്ലാം ശരിയായല്ലോ. ഇനി അടുത്ത സെക്ഷൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സെക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് Z=L/2 - Z/2. L/2 - D/2. L എന്ന് വെച്ചാൽ മൊത്തം ഡിസ്റ്റൻസ് 24 / D എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് 0.4848. 5 ഇവിടെ 5 ആണ്. അഥവാ 180 ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. 3 എന്നാണ് ഈ സി ജിൻ്റെ വാല്യൂ മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് കിട്ടും, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡിൻ്റെ വാല്യൂ കിട്ടും 11.7576 മീറ്ററിന് സെഡിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ ഈ ഡിസ്റ്റൻസ് നമുക്ക് ബെൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് Z/L × L - Z. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഈ Z എന്ന് വെച്ചാൽ ഈ വാല്യൂ 11.7576 ഇൻറ്റു L എന്ന് വെച്ചാൽ 24. ഈ വാല്യൂസ് എല്ലാം കൊടുത്തു തന്നെ YZ ഇതിൻ്റെ വാല്യൂ കിട്ടും 5.997. ദെൻ ഓരോ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുന്നു. ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ Y1ൻ്റെ വാല്യൂ കിട്ടും 3.44 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഈ ട്രയാങ്കിളും Y2ൻ്റെ ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് തന്നെ Y2ന് വാല്യൂ കിട്ടും 4.46 എന്ന് കിട്ടും. അതേപോലെ തന്നെ Y3ക്ക് വാല്യൂ കിട്ടും 5.011. Y4ന് വാല്യൂ കിട്ടും 3.54. ഇത്ര വരെ ഓക്കെ ആയല്ലോ. അടുത്ത ചെയ്യേണ്ടതാണ് അടുത്ത അബ്സല്യൂട്ട് മാക്സിമം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ ഇല്ല, വാല്യൂസ് എല്ലാം ഇൻറ്റു ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 18 × Y1 ഇൻറ്റു ചെയ്യുക. 18 × Y1 ചെയ്യുമ്പോൾ 80 × 3.44 പ്ലസ് 18 × Y2 4.46 പ്ലസ് 200 × YZ. YZൻ്റെ വാല്യൂ 5.9975 പ്ലസ് 180 × Y3 5.011 പ്ലസ് 120 × 3.54. അതിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അബ്സല്യൂട്ട് മാക്സിമം ബെൻഡ് മൊമെൻറ്റ് വാല്യൂ കിട്ടും 3156.78 എന്ന് ആബ്സല്യൂട്ട് മാക്സിമം ബെൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് വേറൊരു പ്രോബ്ലം. സിമ്പിളായിട്ടുള്ള പ്രോബ്ലം അപ്പം വേഗം മനസ്സിലാക്കാൻ പറ്റും. then അടുത്തൊരു പ്രോബ്ലം നോക്കാം. Draw the ILD for bend moment at the point 10 meter distance from the left hand abutment on the bridge girder or span 25 meter. Find the maximum bend moment at the point due to a series of wheel loads 100, 200, 200, 200, 200 at a center to center distance of 2.5, 2.5, 2.5. The load can crosses either in direction to 100 kilonewton load leading in each case. Okay. ഈ സ്പാനിൻ്റെ വാല്യൂ വന്നിട്ട് 25 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് ഈ ലോഡ് തന്നിട്ടുണ്ട് 100, 200 എല്ലാം തന്നിട്ടുണ്ട്. 100 ലീഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാം ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അതും ഓക്കെ. ദെൻ അടുത്ത പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്നാ, ഓരോ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ളതും റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ളതും രണ്ട് സൈഡിൽ നിന്നുള്ളതും ബെൻഡ് മൂവ്മെൻറ്റ് മാക്സിമം ബെൻഡ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സെക്ഷൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 മീറ്റർ എന്ന് സെക്ഷൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ലെഫ്റ്റ് ടു റൈറ്റിലില്ല ബെൻഡ് മൂവ്മെൻറ്റിൻ്റെ വാല്യൂ ആണ്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോളം യൂസ് ചെയ്യുന്നത്. ഏത് ലോഡാണോ പ്ലേസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളം യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ 100 അതിൻ്റെ കോളം നോക്കാം. ലോഡ് ക്രോസസ് W1 ആവറേജ്, W2 ആവറേജ്, റിമാർക്ക്. ഫസ്റ്റ് തന്നെ 100 കിലോന്യൂട്ടൺ ലോഡ് ക്രോസ് ചെയ്യുന്നത് നോക്ക്. 100 കിലോന്യൂട്ടൺ ലോഡ് ഇതിലൂടെ ക്രോസ് ചെയ്യുന്നത്. ദെൻ 100 ഡിവൈഡഡ് ബൈ W1 ആവറേജിൻ്റെ കോളത്തിൽ എന്നാ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഈ 100 കൂട്ടാണ്ട് ബാക്കി എല്ലാ ലോഡും പ്ലസ് ചെയ്യുക. 200 + 200 + 200 + 200 മൊത്തം പ്ലസ് ചെയ്ത് 800 ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഇവിടെ സെക്ഷൻ 10 ആണ്. ഈ സെക്ഷൻ എന്ന് വെച്ചാൽ 10 ആണ്. ബാക്കി എന്ന് വെച്ചാൽ 15. ഓക്കെ, 800 ഡിവൈഡ് ബൈ 10. W2 ആവറേജ് എന്ന് വെച്ചാൽ W2 ആവറേജ് എന്നാ വരിക വെച്ചാൽ 100 ഡിവൈഡ് ബൈ 50.
100 ഈ ലോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ക്രോസ് ചെയ്യുമ്പം then ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 15 ആയിരിക്കും. then 100 ഡിവൈഡ് ബൈ 15. ഇതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് വെച്ചാൽ W1 ആവറേജ് ആണ്. W1 ആവറേജ് ആണ് വലുത്. ഇതിലെന്താ നോക്കുന്നത് വെച്ചാൽ എവിടെ നിന്നാണോ വാല്യൂ ട്വിസ്റ്റാണ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ദെൻ അടുത്തെന്ന് വെച്ചാൽ 200 ലോഡിൽ ക്രോസ് ചെയ്യുന്നത് 100ഉം 200 ലോഡും ക്രോസ് ചെയ്യും. അപ്പോൾ ഈ സൈഡിൽ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഈ സൈഡിൻ്റെ ഇപ്പുറത്ത് വരിക ഈ 3 ലോഡ് മാത്രമേ ഉണ്ടാവും. 200 + 200 + 200 മൊത്തം വരിക 600 kN ഡിവൈഡ് ബൈ 10 ആയിരിക്കും W1 ആവറേജ് വരിക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഈ 2 ലോഡ് മാത്രമേ 100ഉം 200ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ 100 + 200 300 ഡിവൈഡ് ബൈ 15 ആയിരിക്കും W2 ആവറേജ് വരിക. 300 ഡിവൈഡ് ബൈ 15. ദെൻ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ വരിക W1 ആണ്. W1 ഗ്രേറ്റർ ദാൻ W2. അത് റിമാർക്കിൽ എഴുതുക. ദെൻ അതേപോലെ തന്നെ അടുത്ത 200 ക്രോസ് ചെയ്യുന്നത്. ഈ 200 ക്രോസ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ വരിക ഈ 200 മാത്രമായിരിക്കും. 400 ഡിവൈഡ് ബൈ 10 ആയിരിക്കും ഈ ഡിസ്റ്റൻസ് ഇവിടെ വരിക. ഈ സൈഡിൽ വരിക W1 ആവറേജിൻ്റെ. ദെൻ ഈ സൈഡിൽ നോക്കുമ്പോൾ 200 + 200 + 100 വരും. അപ്പോൾ എത്ര വരിക 500 ഡിവൈഡ് ബൈ 15 ആയിരിക്കും W2 ആവറേജിൻ്റെ വാല്യൂ വരിക. 400 ഡിവൈഡ് ബൈ 10 500 ഡിവൈഡ് ബൈ 15. ദെൻ നമുക്ക് റിമാർക്കിൽ എഴുതാം W1 ഗ്രേറ്റർ ദാൻ W2 ആയിരിക്കും. അടുത്തെന്ന് വെച്ചാൽ നമുക്ക് മൂന്നാമത്തെ 200 ക്രോസ് ചെയ്യുന്നത്. മൂന്നാമത്തെ 200 ക്രോസ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ 200 ഡിവൈഡ് ബൈ 10 മാത്രമേ ഉണ്ടാവൂ. ഈ സൈഡ് നോക്കുമ്പോൾ 200 + 200 + 200 + 100 ഡിവൈഡ് ബൈ 10 മൊത്തം വരിക 600ഉം 700 ഡിവൈഡ് ബൈ 15 ആയിരിക്കും ഈ ഡിസ്റ്റൻസ് വരിക. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് വരിക ഏത് ലോഡാണ് W2 ആണല്ലോ. തന്നെ ഈ ലോഡിൽ നിന്ന് മൂന്നാമത്തെ 200 ലോഡ് കടന്നു കഴിഞ്ഞാൽ റിമാർക്കിൽ ട്വിസ്റ്റ് വന്നു W1 ലെസ് ദാൻ W2 ആയി. then നമുക്ക് അതുകൊണ്ട് നമ്മൾ ഏത് ലോഡ് പ്ലേസ് ചെയ്യുക വെച്ചാൽ മൂന്നാമത്തെ 200 വേണം പ്ലേസ് ചെയ്യാം. മൂന്നാമത്തെ 200 പ്ലേസ് ചെയ്ത് then YZ വാല്യൂ കണ്ടുപിടിക്കണം. YZ വാല്യൂ കണ്ടുപിടിക്കാം. YZ = Z/L × L - Z. Z എന്ന് വെച്ചാൽ 10 ഡിവൈഡ് ബൈ 25. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ YZ വാല്യൂ കിട്ടും 6 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ Y1 Y2 Y3 Y4 കാണാം. ഓരോ ട്രയാങ്കിളും കൺസിഡർ ചെയ്തിട്ട് ദെൻ മാക്സിമം മൊമെൻറ്റ് 200 × Y1 വാല്യൂ 200 × 4.5. അതേപോലെ തന്നെ രണ്ടാമത്തെ 200 × 6 പ്ലസ് 200 × Y2 5 പ്ലസ് 200 × Y3 4 പ്ലസ് 100 × Y4 100 × 2.4 വരും. ദെൻ നമുക്ക് മാക്സിമം മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും 4140 kN കിട്ടും. ഓക്കെ. ദെൻ അതേപോലെ തന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് നിന്നില്ല റൈറ്റിലേക്ക് ലോഡ് പാസ് ചെയ്യുമ്പോഴതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ലോഡ് പാസ് ചെയ്യുന്നത്. 100 kN തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് 100 kN പോകുന്നത്. 100 kN പോകുമ്പോൾ ഈ ഒരു ലോഡും ഇവിടുന്ന് ഡിസ്റ്റൻസ് 10ഉം ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 15 ആണല്ലോ. അപ്പോൾ 100 ലോഡ് പാസ് ചെയ്യുന്ന ഈ 100 മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സെക്ഷൻ്റെ ഇപ്പുറത്തേക്ക്. അപ്പോൾ 100 ഡിവൈഡ് ബൈ 10 ആയിരിക്കും W1 ആവറേജിൽ വരുന്ന വാല്യൂ. ഇപ്പുറത്തുള്ള വാല്യൂ വെച്ചാൽ 200 + 200 + 200 + 200 മൊത്തം 800 ഡിവൈഡ് ബൈ 15 ആയിരിക്കും W2 ആവറേജിൻ്റെ വാല്യൂ. അപ്പോൾ 100 ഡിവൈഡ് ബൈ 10ഉം 800 ഡിവൈഡ് ബൈ 10 ഇതിൽ ഏറ്റവും വലുത് വാല്യൂ എന്ന് വെച്ചാൽ W2 ആണ്. അപ്പോൾ W1 ഗ്രേറ്റർ ദാൻ W2 റിമാർക്കിൽ എഴുതാം. അടുത്തതെന്ന് വെച്ചാൽ 200ഉം കൂടി കടന്നു പോകുന്നു. 200ഉം കൂടി പോകുമ്പോൾ ഈ സൈഡിൽ 200 + 200 300 ലോഡും പിന്നെ 10ഉം 300 ഡിവൈഡ് ബൈ 10 അതായിരിക്കും W1 ആവറേജ്. ബാക്കിയുള്ളത് 200 + 200 മൊത്തം വരിക 600 ഡിവൈഡ് ബൈ 15. അത് അപ്പോൾ ഈ ഏറ്റവും വലിയ വാല്യൂ എന്ന് വെച്ചാൽ W2 തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ. അടുത്ത് 200 കടന്നു പോകുന്നു. ഈ 200 കടന്നു പോകുമ്പോൾ മൊത്തം ഡിസ്റ്റൻസ് വരിക 500 ഡിവൈഡ് ബൈ 10 ആയിരിക്കും W1 ആവറേജ്. ബാക്കിയുള്ള ലോഡ് എന്ന് വെച്ചാൽ 400. ഈ 200 മാത്രമേ ഈ സൈഡിൽ ഉണ്ടാവുള്ളൂ. 200 ഡിവൈഡ് ബൈ 15 ആയിരിക്കും ഈ സൈഡിലെ ലോഡ്. ദെൻ നമുക്ക് കിട്ടും W2. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഇതായിരിക്കും W2 ഗ്രേറ്റർ ദാൻ W2. ഇവിടെ വാല്യൂ ട്വിസ്റ്റ് ആയല്ലോ. ഇവിടത്തേക്ക് വാല്യൂ മാറി. അപ്പോൾ നമ്മൾ എത്രാമത്തെ ലോഡാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്നാമത്തെ ലോഡ് രണ്ടാമത്തെ 200 ആണ് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടുത്തെ YZ സെയിം തന്നെയായിരിക്കും. YZ = YZ/L × L - Z കിട്ടിയ YZ വാല്യൂ കിട്ടും. YZ = 6 മീറ്റർ എന്ന് കിട്ടും.
ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ y1 y2 y3 ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ദെൻ അത് ഈക്വൽ ടു എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് y1ൻ്റെ വാല്യൂം y2ൻ്റെ വാല്യൂം y3ൻ്റെ വാല്യൂം y4ൻ്റെ വാല്യൂം കണ്ടുപിടിക്കുക. y1 is equal to 2.1, y2 is equal to 4.5, y3 is equal to 5, y4 is equal to 4. ദെൻ എല്ലാം കൊടുക്കാം. മാക്സിമം ബെൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. 100 into y1 2.4, 100 into 2.4 plus 200 into y2, y2ൻ്റെ വാല്യൂ എത്ര 4.5. അപ്പോൾ 200 into 4.5 പ്ലസ് ഈ 200 into yzൻ്റെ വാല്യൂ 6 മീറ്റർ പ്ലസ് 200 into y3ൻ്റെ വാല്യൂ 6, y3ൻ്റെ വാല്യൂ 5 200 into 5 പ്ലസ് അടുത്ത ഇത് 5 ഇത് 6 തന്നെ. ഈ 200 into 5 പ്ലസ് 200 into y4ൻ്റെ വാല്യൂ 4. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും 4110 kN എന്ന് കിട്ടി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ILD ഫോർ ഓവർ ഹാങ്ങിങ് ബീമും പിന്നെ 2 പ്രോബ്ലംസും ഡിസ്കസ് ചെയ്ത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU Civil and Mech Corner. താങ്ക് യു.